നമ്മളൊക്കെ ഉച്ചരിക്കുന്ന വാക്കുകളിൽ നല്ല വാക്കിന്റെ ഉപമ എങ്ങനെയാണ് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വരച്ചു കാണിക്കുകയാണ്. അത് മനോഹരമായ ഒരു തരുനികരം പോലെയാണ്. എന്താണ് ആ വൃക്ഷത്തിന്റെ പ്രത്യേകത? അസ്ലുഹാ സാബിത്, അതിന്റെ വേരുകൾ ആഴത്തിലേക്ക് കടന്നുപോയതാണ്. വഫറുഹാ ഫിസ്സമാ, അതിന്റെ ശിഖരങ്ങൾ അത് അന്തരീക്ഷത്തിൽ പ്രവഹിച്ചു വ്യാപിച്ചു കിടക്കുന്നതാണ്. ഒരുപാട് പ്രകൃതിയുടെ പല ഭാഗങ്ങളിൽ നിന്ന് പക്ഷിപ്പറവകൾ, മനുഷ്യർ, മറ്റുള്ള ജീവജാലങ്ങൾ അതിന്റെ കായ്ക്കനികളെ ഭക്ഷിക്കാൻ അതിന്റെ തണല് തേടി, അതിന്റെ കുളിരി തേടി, അതിന്റെ ശീതളിമ തേടി അതിന്റെ പരിസരത്തേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. ഇത്രയും വലിയൊരു ഉപമ ഖുർആനിൽ ഒരു കവിത പോലെ ഭാവാത്മകമായിട്ടും ചേതോഹരമായിട്ടും വർണ്ണിച്ചത് എന്തിനെ പറ്റിയാ? നമ്മൾ വായ തുറന്നാൽ പുറത്തേക്ക് വരുന്ന ഒരു വാക്കിനെ പറ്റിയാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, അപ്പൊ ഞാൻ ബൈബിളിലെ നേരത്തെ പറഞ്ഞ വാക്കിനെ ഇതിനോട് ചേർത്ത് അനുബന്ധം കുറിച്ചിട്ട് തന്നെ ഞാൻ ഇവിടെ പിന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. എന്താ പറഞ്ഞത്? വാക്കൊരു വിത്താണ്. വിത്തും പഴവും വ്യത്യാസം. പഴം അത് ഭക്ഷിക്കലോട് കൂടെ തീർന്നു. പക്ഷെ വിത്ത് അങ്ങനെയല്ല. നമ്മളെ ഉമ്മ നാളെ അടുക്കള തോട്ടത്തിൽ ഒരു കുഴി വെട്ടി ആ വിത്തിനെ അവിടെ കുഴിച്ചിട്ട് മണ്ണിട്ട് മൂടി പിന്നെ മക്കളെ പരിചരിക്കും പോലെ അതിന് കൃത്യമായ ശുശ്രൂഷ പരിപാലനം കൊടുത്താലേ അതിൽ നിന്നൊരു നാമ്പ് തളിർക്കുകയാണ്. അത് പിന്നെ ഒരു സസ്യലതാദിയാവുകയാണ്. അത് പിന്നെ ഒരു വടവൃക്ഷമാവുകയാണ്. അതിന് ശിഖരങ്ങൾ പ്രവഹിക്കുകയാണ്. അതിൽ കായ്ക്കനികൾ സമ്പന്നമാവുകയാണ്. അത് തണലേകുന്നു, അത് കാറ്റേകുന്നു, അത് ഒരുപാട് പക്ഷികൾക്ക് കൂടേകുന്നു, അതൊരുപാട് തലമുറകൾക്ക് പഴങ്ങളേകുന്നു. ഇതുപോലെ ഒരു വിത്താണ് ഇതുണ്ടായത്. ഇനി ആ വിത്തിന്റെ മക്കളാകുന്ന പുതിയ